പല തീരം വളവുകളുള്ളതാണ് നമ്മുടെ ഒറ്റേ ഒരു പേടി സ്വപ്നമായ ഒരു വളവാണ് സുമതി വളവ്. ഏതൊരു സുമതിയാ എനിക്കറിഞ്ഞൂടാ. എന്തെങ്കിലും കഥ പറഞ്ഞേ ഞാൻ പറയാം. എനിക്ക് സത്യമാണോ എന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്തൊക്കെയാലും ഒരു വളവുണ്ട്. സുമതി എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു. അയ്യോ, ഒരു കാര്യം നമ്മൾ പറയാൻ മറന്നുപോയി. ശ്രേയസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെടാ, അത് എൻ്റെ ഒരു മറവിയാട്ടോ. എന്തൊക്കെയായാലും സുമതി എന്ന് പറഞ്ഞൊരു പാവം പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് പെൺകുട്ടിയുടെ ജോലി ഒരു കുഞ്ഞ വീട്ടിലായിരുന്നു. അത് വലിയ വീടാ, വലിയ ലക്ഷപ്രഭുവിന്റെ വീടാ. അപ്പൊ അവിടെ അവള് ജോലി ചെയ്തോണ്ടിരുന്നെ ഏതോ ഒരു മനുഷ്യൻ അവളെ തല്ലിക്കൊന്ന് അവിടെ ഇട്ടെന്നൊക്കെയാ പറയുന്നത് ആൾക്കാര്. ചുമ്മാ അന്ധവിശ്വാസം. ഞാൻ പോയിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ. ചില ആൾക്കാർ ഞാൻ ഒരു ദിവസം യൂട്യൂബിൽ അടിച്ചു നോക്കി സുമതി വളവിനെ കുറിച്ച് എന്തൊക്കെയാണ് യൂട്യൂബിൽ പറയാനുള്ളത്. അത് യൂട്യൂബ് പറഞ്ഞു. സുമതി വളവ് എനിക്കറിഞ്ഞൂടാ. എന്തൊക്കെയാലും വീഡിയോ ഞാൻ തരാം. ഇതാണ് പറഞ്ഞത്. ഞാൻ വീഡിയോ തന്നു. വീഡിയോ നോക്കിയപ്പോഴേ കുറേ വീഡിയോ ഉണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിൽ പ്രേതത്തിനെ കുറിച്ച് ഭയങ്കര പേടി കാണാം. രാവിലെ ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ടോയ്ലറ്റ് പോകുമ്പോൾ അടുത്ത് വന്ന് നിൽക്കാൻ. രാവിലെ ആണെങ്കിലും പകലൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ അത് സുമതി വളവ് പല ആൾക്കാരും പോയിട്ടുണ്ട്. കാരണം അത് വരുന്നത് കുഞ്ഞു വളവാ. അത് വളവിൽ നിൽക്കുമ്പോൾ വളവൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും അത് വളവിന്റെ അടുത്താണോ അറിഞ്ഞുകൊണ്ടിരിക്കെ ഇങ്ങനെ വണ്ടി നിൽക്കുക അല്ല പലതരം നമ്മള് പെണ്ണുങ്ങളൊക്കെ കരയത്തില്ല, അതിന്റെ ഒച്ച കേൾക്കുക. അയ്യോ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ ഉള്ള പറഞ്ഞ ഒച്ച കേൾക്കുക. മുന്നിൽ വന്ന് പെണ്ണുങ്ങൾ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ജനലിൽ കൂടെ നോക്കുമ്പോ കാണത്തില്ല. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എനിക്കങ്ങനെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനെ പോയിട്ടില്ല. രാത്രി 1 മണി പോവല്ലേ, രാത്രി 1:30 പോവല്ലേ, പിന്നെ ഉച്ചയ്ക്ക് 1:30 പോവല്ലേ, അങ്ങനെയൊക്കെയാണ് പറയുന്നത് നാട്ടുകാര്. എന്നാലും നമുക്ക് അതിനെ കുറിച്ച് ഇതൊന്നും അറിയാത്ത കൊണ്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. ഞാൻ ചുമ്മാ പോകാൻ ടൈമിൽ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഞാൻ ഇങ്ങനെ സുമതി വളവിനെ കുറിച്ച് കണ്ടു. അത് എന്താ അത് വളവ്, അങ്ങനെ ഒരു ഡീറ്റെയിലിങ്ങും കണ്ടില്ല. അപ്പൊ ഞാനത് മൊബൈലിൽ അടിച്ചു നോക്കി. നമ്മുടെ ഒരു വോയിസ് പോലെ എന്ന സാധനം ഉണ്ട്, അത് എന്തോ ഒരു സാധനം. അതിൻ്റെ ഞാൻ അടിച്ചു നോക്കിയപ്പോഴേ അങ്ങനെ തെളിച്ചത് വന്നു. അപ്പൊ ഞാൻ എല്ലാം നല്ല രീതിയിൽ നമ്മുടെ ഓഫീസിലൊക്കെ വർക്കൊക്കെ നോക്കത്തില്ല, അതേപോലെ ഇരുന്ന് നോക്കിയിരുന്നു. ഹോംവർക്കൊക്കെ എഴുത സാധനങ്ങളില്ല, അതേപോലെ ഇങ്ങനെ എഴുതുന്ന പോലെ ഞാൻ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. കുറേ ഉണ്ടായിരുന്നു. കുറെ തോണ്ടല് വരികയാത്തതുകൊണ്ട് അത് മാത്രമല്ല എൻ്റെ കൈയും കൂടി ഇപ്പം ഇത് പണിയിലിരിക്കുന്നത് കണ്ടോ. ഇങ്ങനെ ഇരിക്കുക, അതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അത് ഇടയ്ക്ക് വന്ന അങ്ങനെ ഞാൻ സുമതി എന്ന് പറഞ്ഞ പെൺകുട്ടി എന്തോ ഒരു ആരും അവളെ ഇഷ്ടമില്ലാണ്ടിരുന്ന് അവളെ എന്തോ കൊലക്കുറ്റം ചെയ്തോ. അവിടെ അവൾ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ പോകുമ്പോഴേക്കും പല പല ഒച്ചകൾ കേൾക്കുക. അത് മാത്രമല്ല അങ്ങനെ അനുഭവമുള്ളവർ അവിടുന്ന് അങ്ങനെ കണ്ട് അവർ സുമതീനെ വരെ അവിടെ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ മുടിയൊക്കെ അയച്ചിട്ട് അവിടെ സുമതീനെയൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ അവര് പറയുന്നേ. എന്തോ അവര് കണ്ടിട്ടുണ്ടോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ അവിടെ വീട്ടിൽ പോയതും അല്ല കുത്തിയിരിക്കുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീട് ഏതാ, അവളുടെ കൂടെ ആണെന്ന് ഇരിക്കും. ഇതോടെ ഇത്രയുള്ള വീടാണെന്ന് തോന്നുന്നു. നമ്മക്കൊന്നും അറിഞ്ഞൂടെ വത്സ. നമ്മൾ ഏതോ ഒരു കഥ വന്നപ്പോ നിങ്ങളുടെ അടുത്ത് പറയുന്നു, നിങ്ങളത് കേൾക്കുന്നു, അത്രയേ ഉള്ളൂ. നമുക്കൊന്നും അറിയത്തേ ഇല്ല. അത് സുമതി പെൺകുട്ടി ഒരു അവിടെ വളവ്, അത് പലതരം വളവുണ്ട്. ആദ്യം തന്നെ പറഞ്ഞു പലതരം വളവുകളുണ്ട്. അതിൻ്റെ അകത്ത് ഒരു വളവ് നമ്മുടെ ഇത് എൻ്റെ നാട്ടിൽ മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ നാട്ടുകാർക്കും പേര് സ്വപ്നമായി കിടക്കുന്ന ഒരു ഒരു വളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളവാണ് സുമതി വളവ്. ഏതോ ഒരു നമ്മൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ ഒരു പെൺകുട്ടി മരിച്ച വളവ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അത് ഇത് വരുന്നില്ല. എന്തൊക്കെയായാലും ഒരു പെൺകുട്ടിയുടെ വളവ് എന്നാണ് വരുന്നത്. ഏതോ ഒരു പെൺകുട്ടി അവിടെ നിന്നെന്നാണൊക്കെ അവിടെ കുറെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും അതിന് കേൾക്കുമ്പോൾ നമുക്കത് കാണുമ്പോഴോ കേൾക്കുമ്പോഴോ ഒരു ഉള്ളിലൊരു ചെറിയ ഭയം വരത്തില്ലേ? അത് വരും. എനിക്കും വന്നാലും ഇതൊക്കെ ഉണ്ടോ. ഞാൻ അച്ഛനമ്മ എപ്പോഴും ചോദിക്കണം, അച്ഛമ്മ പ്രേതമുണ്ടോ ഭൂതമുണ്ടോ. എന്നാലും നാട്ടുകാരൊക്കെ പറയുന്നത് അങ്ങനെ പ്രേതവും ഭൂതവും ഇല്ല മോളെ, അതൊക്കെ വെറും അങ്ങനെയൊക്കെ പറഞ്ഞു ഉണ്ടാക്കുന്നതൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതാണ് എനിക്ക്. അങ്ങനെ കണ്ടാലൊരു പേടിയുണ്ട് കേട്ടോ. അപ്പൊ അച്ഛൻ വീഡിയോ എടുക്കുന്ന ഇവിടെയൊക്കെ നോക്കി എന്താ കൊച്ചു പറയുന്നത്, റിയൽ ആണോ എന്നൊക്കെ നോക്കും ഇങ്ങനെ. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുമതി എന്ന് പറഞ്ഞ പെൺകുട്ടി അങ്ങനെ ഉണ്ടോ, എനിക്ക് അങ്ങനെ ഒരു കഥയൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ കേട്ടു, നിങ്ങളടുത്ത് വന്ന് പറഞ്ഞു. എന്നെ ഇപ്പൊ അത് വിളിച്ച് ഇപ്പൊ എല്ലാരും എന്നെ അങ്ങനെ വിളിക്കുന്നു. പക്ഷേ അത് പറയണ്ടായിരുന്നല്ലേ അല്ലേ. പക്ഷെ നമ്മള് കുറച്ച് ആക്ടിങ് അറിയാം, ഞാൻ അത് കാണിച്ചു തരാം. നിഴലായി
സുമതി വളവ് എന്നാ വേടി വന്ന് കാണത്തില്ല, എനിക്കറിയാം. എന്റെ അത്രയ്ക്ക് പേടിയൊന്നും പറ്റില്ല. അമ്മയാണെങ്കിൽ പേടിച്ചു കുറിയാ അവൾക്കാണെന്ന് പേടിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് പേടിയാൻ പോടി പോടി എന്ന് പറഞ്ഞ കൈയും കാലും വിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത്രേ ഉള്ളൂ. ഒരു കുഞ്ഞ വീഡിയോ ആണ്, കണ്ടു വെക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.